നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. 700 വർഷമായി ആചരിക്കുന്ന കനിഫ്നാഥ് മഹാരാജ് യാത്രാവേളയിൽ മുസ്ലിം വ്യാപാരികൾ പ്രവർത്തിക്കുന്നത് വിലക്കി പാസാക്കിയ പ്രമേയത്തിന് മന്ത്രി നിതീഷ് റാണയുടെ പിന്തുണ. പ്രമേയം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ തീരുമാനം സ്റ്റേ ചെയ്യുകയും നടപടിക്രമ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തെങ്കിലും ഹിന്ദുക്കളെ വെല്ലുവിളിച്ചാൽ സംസ്ഥാനത്തുടനീളം ഇത്തരം തീരുമാനം നടപ്പാക്കുമെന്നും നിതീഷ് റാണ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഒരു ഹിന്ദുത്വ സർക്കാർ അധികാരത്തിലുണ്ടെന്ന് BDO ഓർമ്മിക്കണം. മാധി ഗ്രാമപഞ്ചായത്ത് പാസാക്കിയ പ്രമേയം അദ്ദേഹം സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്രാമങ്ങൾ വീണ്ടും അത് പാസാക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഗ്രാമവാസികളും പ്രമേയത്തിൽ ഒപ്പുവെച്ചാൽ BDO അതെങ്ങനെ നിരസിക്കും? പ്രഖ്യാപനം ചരിത്രപരമാണെന്നും നിതീഷ് റാണ പറഞ്ഞു. ഗ്രാമത്തിലെ കടുത്ത ഹിന്ദുത്വ അനുകൂലികൾ ഉണർന്നിരിക്കുന്നു. ഗ്രാമസഭയുടെ തീരുമാനം രാജ്യത്തിന് ദിശാബോധം നൽകും. ഹിന്ദുക്കളെ വെല്ലുവിളിച്ചാൽ മഹാരാഷ്ട്രയിലുടനീളം ഇത്തരമൊരു തീരുമാനമെടുക്കും, നിതീഷ് റാണ പറഞ്ഞു. നിരോധനം ഏർപ്പെടുത്തുന്ന അത്തരമൊരു പ്രമേയം പാസാക്കാൻ ഗ്രാമസഭയ്ക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉണ്ടെന്നും മന്ത്രി രാധാകൃഷ്ണ വിവയ് പാട്ടീൽ പറഞ്ഞു. സുപ്രീം കോടതി ഗ്രാമസഭയുടെ അവകാശങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ക്ഷേത്രങ്ങളും മറ്റു ഹിന്ദു മത സ്ഥാപനങ്ങളും സമാനമായ നടപടികൾ സ്വീകരിക്കണം, രാധാകൃഷ്ണ വിഖയ് പാട്ടീൽ വ്യക്തമാക്കി. മുസ്ലിം വ്യാപാരികൾ ഹിന്ദു പാരമ്പര്യങ്ങൾ അവഗണിക്കുന്നുവെന്നും ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രമേയം പാസാക്കിയതെന്നും ഗ്രാമ സർപഞ്ച് സഞ്ജയ് മർക്കാദ് പറഞ്ഞു. നവനാഥ് സമ്പ്രദായ വിഭാഗത്തിലെ ആദരണീയനായ കനിഫ്നാഥിനെ അനുസ്മരിക്കുന്ന പുണ്യ പരിപാടി മാർച്ച് 19 മാധിയിൽ നടക്കും. പിന്നാലെ മധുര വൃന്ദാവനിൽ നടക്കുന്ന ഹോളി ആഘോഷങ്ങളിൽ മുസ്ലിങ്ങളുടെ പ്രവേശനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സന്യാസി സമൂഹം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്ത് നൽകി. ശ്രീകൃഷ്ണ ജന്മഭൂമി പ്രസിഡന്റ് ദിനേശ് ശർമ്മയും മുഖ്യമന്ത്രി യോഗിക്ക് ഇതുമായി ബന്ധപ്പെട്ട് രക്തം കൊണ്ട് കത്തെഴുതിയിട്ടുണ്ട്. ആഹാര സാധനങ്ങൾ ഹലാലാക്കുന്നതിനായി തുപ്പുന്നതിനെ പറ്റിയും ഇത്തരം ആഹാരങ്ങൾ ഭക്ഷിക്കുന്നതിന് തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് കത്തിൽ പറയുന്നത്. കുംഭമേള പോലെ സനാതന ധർമ്മത്തിൽ വിശ്വാസമില്ലാത്ത മുസ്ലിങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും കത്തിൽ പറയുന്നു. ജിഹാദികളെയും വിഘടനവാദികളെയും മഹാകുംഭമേളയിൽ നിന്ന് അകറ്റി നിർത്തിയതുപോലെ ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും ഗർഭയിൽ നിന്നും അവരെ അകറ്റി നിർത്തിയതുപോലെ സ്നേഹം നിറഞ്ഞ ഹോളി ഉത്സവത്തിൽ നിന്നും അവരെ അകറ്റി നിർത്തണമെന്ന് മതനേതാവ് ആചാര്യ ബദ്രിഷും യോഗിയോട് ആവശ്യപ്പെട്ടു. ഹിന്ദുമതത്തിനോട് വിരോധമുണ്ടെങ്കിൽ പിന്നെ ഇത്തരക്കാർ ഹോളി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും ആചാര്യ ബദ്രീഷ് ചോദിക്കുന്നു. അതിനിടെ തിങ്കളാഴ്ച സജാദ് ഖാൻ എന്ന മുസ്ലിം യുവാവ് ഒരു ഹിന്ദു ക്ഷേത്രത്തിന് പുറത്ത് വാളെടുത്ത് നിൽക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. @സജാദ് ഖാൻ 5892 എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഖാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. 3.3K ഫോളോവേഴ്സ് ഉണ്ടെന്നാണ് ഖാൻ അവകാശപ്പെടുന്നത്. ഒരു ഹിന്ദു ക്ഷേത്രത്തിന് പുറത്ത് വാളുമായി പോസ്റ്റ് ചെയ്ത ശേഷം അപകടകരമായ രീതിയിൽ അദ്ദേഹം വാള് വീശുകയായിരുന്നു. ഒറ്റ ഷോട്ടിൽ നമ്മുടെ എല്ലാ വഴക്കുകളും നമ്മൾ ഒത്തുതീർപ്പാക്കും. ഈ പോരാട്ടം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ നമ്മൾ അലിയെ ഈ പക്ഷത്തേക്ക് വിളിക്കണം എന്ന ഗാനവും ഖാന്റെ പ്രകോപനപരമായ വീഡിയോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മുമ്പ് സജാദ് ഖാൻ ഹിന്ദു ഉത്സവമായ ഹോളിയെ രക്തരൂഷിതമായ കൂട്ടക്കൊലയാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരുപാട് രക്തം ചൊരിയുന്നതിനാൽ നിങ്ങൾക്ക് വിലപിക്കാൻ ജീവനില്ലാതാകും. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, നിങ്ങൾ ഒന്നിക്കണം. അതിനുശേഷം അവർക്ക്, അതായത് ഹിന്ദുക്കൾക്ക് വെള്ളമോ വിയർപ്പോ ലഭിക്കില്ല. ഇയാൾ ഒരു കഠാരയുമായി ഭീഷണിപ്പെടുത്തുന്ന വീഡിയോയും വൈറലായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.